പറഞ്ഞോളൂ സാർ. ശ്രോതാക്കളെ, ഏതാണ്ട് ഒരു വർഷത്തോളമാകുന്നു COVID-19 എന്ന് പറയുന്ന ഒരു മഹാമാരിയുടെ പിടിയിൽ ലോകത്തെ എല്ലാ മനുഷ്യരും വിട്ടുപോയിട്ട്. ഒരുപക്ഷെ ഇതുപോലെ ലോകവ്യാപകമായിട്ടുള്ള ദുരന്തം എന്ന് നടന്നിട്ടുണ്ട് എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്റെ ഓർമ്മയിൽ അങ്ങനെയൊന്നുമില്ല. പക്ഷേ മനുഷ്യൻ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചേ പറ്റും. ഈ പ്രതിസന്ധിയെയും നമുക്ക് അഭിമുഖീകരിക്കുവാനും അതിനെ അതിജീവിക്കുവാനും കഴിയണം. ഞാനിതിപ്പോൾ പറയാൻ കാരണം, ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം നാളെ നടക്കുകയാണ്. അത് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ അതിന്റെ ഫലം വരും. പിന്നീട് വരുന്നതും ക്രിസ്മസ് ദിനങ്ങളാണ്, പുതുവർഷത്തിന്റെ ആഘോഷങ്ങളാണ്. പൊതുവെ എല്ലായിടത്തും ആളുകൾ ധാരാളമായി കൂട്ടം കൂടാനുള്ള സന്ദർഭങ്ങളാണ് ഇനി വരുന്നത്. ഒരു ജാഗ്രതയുമില്ലാതെ വളരെ അശ്രദ്ധമായിട്ട് അത്തരം ഒത്തുചേരലുകൾ നടക്കുകയാണ് എങ്കിൽ വലിയ അപകട സാധ്യത അതിനകത്തുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. നിശ്ചയമായും ഇതിനെ നേരിടാൻ ഉള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമെന്ന് പറയുന്നത് സൂക്ഷ്മമായ അകലം പാലിക്കുകയും കൃത്യനിഷ്ഠയോടുകൂടി ജീവിതചര്യകളിലൂടെ കടന്നു പോവുകയും ഒക്കെ ചെയ്താൽ, മാസ്ക് ധരിക്കുകയും ഒക്കെ ചെയ്താൽ ഇതിനെ ഫലപ്രദമായി നേരിടാൻ കഴിയും എന്നുള്ളത് നിസ്സംശയമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കരുതലോടെ വേണം ഈ തുടർന്നു വരുന്ന ദിവസങ്ങളിൽ നാം പൊതുസ്ഥലങ്ങളിൽ ഇടപെടുകയും കൂട്ടം കൂടുകയും ചെയ്യേണ്ടത് എന്ന് വളരെ വിനീതമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വ്യക്തിപരമായി തന്നെ എനിക്കറിയാം, ഒരു 2-3 മാസം അടച്ചുപൂട്ടിയിരുന്നു എങ്കിലും പിന്നീട് ജോലിക്ക് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അതുകൊണ്ടൊന്നും അപകടങ്ങൾ സംഭവിച്ചിട്ടില്ല. കാരണം വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ നിന്നു കഴിഞ്ഞാൽ നിശ്ചയമായും ഈ മഹാമാരിയെ വളരെ ഫലപ്രദമായി നേരിടാൻ കഴിയുമെന്ന് അനുഭവം കൊണ്ട് എനിക്ക് ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് ഈ വരുന്ന ആഘോഷ ദിവസങ്ങളിലെല്ലാം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സൂക്ഷ്മതയോടെ ഇടപെടുകയും പെരുമാറുകയും ജാഗ്രതയോടെയും കരുതലോടെയും ജീവിക്കുകയും ചെയ്യണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്.